നമസ്കാരം പ്രിയപ്പെട്ടവരെ, പലനാടൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ സിറ്റി ഉണർന്നു വരുന്നതേയുള്ളൂ. ഇന്ന് ഞാൻ കേപ്പ് ടൗണിലെ സുന്ദരമായ ഒരു ബീച്ച് യാത്രയാണ് നടത്തുന്നത്. അറ്റ്ലാന്റിക് ഓഷനിലൂടെ നമ്മൾ ഹെലികോപ്റ്റർ യാത്ര ചെയ്തപ്പോൾ മുകളിൽ നിന്നും കണ്ട ബീച്ചാണ് മെയ്ഡൻസ് കോവ്. വീഡിയോ കാണാത്തവർക്ക് അറ്റ്ലാന്റിക്കിന് മുകളിലെ ആ കാഴ്ചകൾ ഞാൻ മുകളിലെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കേപ്പ് ടൗണിലെ ക്യാമ്പസ് ബേയിലുള്ള മെയ്ഡൻസ് കോവ് എന്ന സ്ഥലത്തേക്കാണ് എൻ്റെ യാത്ര. അതിശയകരമായ പ്രകൃതി സൗന്ദര്യത്തിനും പാറക്കെട്ടുകൾക്കും ബീച്ചിനും ഏറെ പേരുകേട്ട പ്രദേശമാണിത്. അവിടേക്കുള്ള യാത്രയ്ക്ക് മുമ്പായി ഒരു ചെറിയ കാര്യം കാണിച്ച ശേഷം നമുക്ക് യാത്ര തുടരാം. കേപ്പ് ടൗണിലെ സിറ്റി പ്രദേശങ്ങളിലൂടെ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ ഇവിടെ നമുക്ക് ധാരാളം സിഗ്നൽ ലൈറ്റുകൾ കാണാൻ കഴിയും. ശരിക്കും കാൽനട യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ കാഴ്ച. യൂറോപ്പിലെ ചില നഗരങ്ങളിലൊക്കെ ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല. അഥവാ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. സിഗ്നൽ ലൈറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്കവിടെ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുവാൻ കഴിയും. വളരെ ചെറിയ സൗണ്ടൊന്നുമല്ല, പക്ഷേ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായും അതിനെ നോട്ടീസ് ചെയ്യും. മുന്നറിയിപ്പാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം വാഹനങ്ങൾ തലങ്ങും വിലങ്ങുമായി ഇതുവഴി സഞ്ചരിക്കാം. അശ്രദ്ധമായി ആപത്ത് വരുത്തി വയ്ക്കാതിരിക്കുവാൻ വേണ്ടിയാണ് സിഗ്നൽ ലൈറ്റുകൾ ഇങ്ങനെ പെഡസ്ട്രിയൻ ക്രോസുകൾക്ക് സമീപം ഇങ്ങനെ ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സിഗ്നലിൻ്റെ കളർ അനുസരിച്ച് പാലിക്കേണ്ട നിയമങ്ങളും സ്റ്റിക്കർ രൂപത്തിൽ ഇവിടെ പോസ്റ്റുകളിൽ പതിച്ചിട്ടുണ്ട്. ഒപ്പം സാധാരണ കാണുന്ന പ്രസ് ചെയ്യുവാനുള്ള ബട്ടണും ഉണ്ടാകും. ശരിക്കും ഒരു നല്ല ഐഡിയയായി തോന്നി. അതുകൊണ്ടാണ് ഞാനിതിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. കേപ്പ് ടൗണിലെ സിറ്റിക്കുള്ളിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത്. രാവിലെ തന്നെ സിറ്റി ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. M6 സീ പോയിൻ്റ് റോഡാണിത്. കേപ്പ് ടൗണിലെ M6 റോഡിൻ്റെ ഒരു ഭാഗത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് സീ പോയിൻ്റ് പ്രദേശത്തിലൂടെ കടൽ തീരത്തുകൂടി കടന്നു പോകുന്ന റോഡാണ്. അറ്റ്ലാന്റിക് കടൽ തീരത്തെ നൈബറിടങ്ങളായ ഗ്രീൻ പോയിൻ്റ്, സീ പോയിൻ്റ് പോലുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന കേപ്പ് ടൗണിനെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഈ M6. ടൂർ ഗൈഡ് ഹറോൾഡ് ഓരോ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. സീ പോയിൻ്റ് ഏരിയയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. വലതുവശത്ത് മനോഹരമായ ബീച്ചുകളാണ്. പ്രഭാത സവാരിക്കായി ധാരാളം പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം മനോഹരമായ നായക്കുട്ടികളെയും കൂടെ കൂട്ടിയിട്ടുണ്ടവർ. റോഡിന് ഇരുവശവും നല്ല രീതിയിൽ ഈന്തപ്പനകൾ നട്ട് വളർത്തിയിട്ടുണ്ട്. ഒപ്പം അതിനെ നന്നായി പരിപാലിച്ചിട്ടുമുണ്ട്. ക്യാമ്പസ് ബേ, ഹൗട്ട് ബേ റൂട്ടുകളിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ബീച്ചിൻ്റെ സൈഡുകളിലും പച്ച പുൽച്ചെടികളൊക്കെ വച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വലിയ ഒരു കണ്ണട ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ അറ്റ്ലാന്റിക് ഓഷനും ബീച്ച് ഏരിയയും ഒക്കെയാണ് ഈ കാണുന്നത്. കിലോമീറ്ററുകൾക്കപ്പുറം പുറം കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന വലിയ കപ്പലിനെയും ഈ യാത്രയിൽ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്കയുടെ ഒഫീഷ്യൽ SABC TV ചാനലുകളുടെ കേപ്പ് ടൗൺ മന്ദിരമാണ് ഈ കാണുന്നത്. 4ഓളം TV ചാനലുകൾ അവർ സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്ന് ഹാരി പറയുന്നുണ്ടായിരുന്നു. 6 വരി പാതയായിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 2 സൈഡും 2 വരികൾ പാർക്കിങ്ങിനായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബീച്ചിൻ്റെ ഓരത്തുകൂടി നടന്ന് കാഴ്ചകൾ കാണുവാൻ നല്ല രീതിയിൽ കല്ലുകൾ പാകി സുന്ദരമാക്കിയ വീഥിയുമുണ്ട്. ശരിക്കും ഈ പ്രദേശത്തു കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സംശയം അടിക്കും, റോഡ് കാണണോ അതോ ബീച്ച് കാണണോ എന്ന്.
കാരണം അത്രയ്ക്ക് ഭംഗിയാണ് രണ്ട് സ്ഥലങ്ങളും. ഈ പ്രദേശങ്ങളിൽ മനോഹരമായ പൈൻ മരങ്ങളും നട്ട് വീഥികൾ മനോഹരമാക്കിയിട്ടുണ്ട്. ബീച്ചിൻ്റെ ഓരങ്ങളിൽ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കഫറ്റീരിയകൾ, ATMകൾ, പബ്ലിക് ടോയ്ലറ്റ് ഫെസിലിറ്റികളൊക്കെ ഇവിടെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. അതുപോലെ സൈക്കിൾ റൈഡ് ആസ്വാദകർക്ക് പണം നൽകി ഉപയോഗിക്കുവാൻ കഴിയുന്ന സൈക്കിളുകളും ബീച്ച് ഏരിയയിൽ ഒരുക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ മാസ വണ്ടി ഓടിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. വളരെ ഗൗരവക്കാരനായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ആളൊരു പാവത്താനാണ്. ഈ ഏരിയയിൽ എല്ലാം സമ്പന്നർ വസിക്കുന്ന പ്രദേശങ്ങളാണ്. രാവിലെ കുഞ്ഞൻ നായക്കുട്ടികളെയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ലയൺസ് ഹെഡിൻ്റെ താഴ്വാരമാണിത്. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പ്രദേശത്ത്. ടൂറിസ്റ്റുകളെയും കൊണ്ട് സൈറ്റ് സീയിങ്ങിന് പോകുന്ന സിറ്റി സൈറ്റ് സീയിങ് ബസ്സുകൾ ഇവിടെയും സഞ്ചാരികളെയും കാത്ത് വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. മുന്നോട്ട് പോകുന്തോറും പ്രദേശത്തിൻ്റെ സൗന്ദര്യം കൂടിക്കൂടി വരികയാണ്. ധാരാളം റെസ്റ്റോറൻറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളുമൊക്കെ നമുക്ക് ഈ ഏരിയയിൽ കാണാൻ കഴിയും. ഉദയസൂര്യൻ മലമുകളിൽ തട്ടി മല തിളങ്ങി നിൽക്കുന്നൊരു കാഴ്ചയാണത്. താഴെ മനോഹരമായ ബീച്ച്. എത്ര ഭംഗിയാണല്ലേ ഈ പ്രദേശം കാണുവാൻ. ബസ്സിനേക്കാൾ വേഗത്തിൽ സൈക്കിൾ സവാരി നടത്തുന്ന സഞ്ചാരികളാണ് മിക്കവരും. നന്നായി സൈക്കിൾ സവാരി ആസ്വദിക്കുന്നവരാണ് ഇവിടുത്തുകാർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ റൂട്ടിലൂടെ ഞാൻ ഇപ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ധാരാളം സഞ്ചാരികളെയും ഇങ്ങനെ കാണാൻ കഴിഞ്ഞു. Brownish house? Yes. Okay, that is his house, actually. Shah Rukh Khan's house. That's Shah Rukh Khan's house. Top side. Yeah, right on top here. ഇന്ത്യൻ ആക്ടർ ഷാരൂഖ് ഖാൻ്റെ സൗത്ത് ആഫ്രിക്കയിലെ മനോഹരമായ വീടാണ് വലതുവശത്ത് മുകളിലായി കാണുന്നത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് അദ്ദേഹം വീട് സ്വന്തമാക്കിയെങ്കിൽ അതിൻ്റെ ഭംഗിയും മൂല്യവും എത്രയായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ധാരാളം വീടുകൾ ഈ ബീച്ചിൻ്റെ ഓരത്തും പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ മുന്തിയ ഹോട്ടലുകളുമാണ്, ചിലത് വീടുകളും. മുകളിൽ കാർ പാർക്കിങ്ങും താഴെ അപ്പാർട്ട്മെൻറ്റുകളുമായിട്ടുള്ള പ്രദേശമാണ് ഈ ഏരിയയിൽ ധാരാളം കാണാൻ കഴിയുന്നത്. പർവ്വതത്തിൻ്റെ അടിവാരമാണെങ്കിലും പരിസ്ഥിതിക്ക് അധികം കോട്ടം തട്ടാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ഗാർഡൻ ഏരിയ കുറവായതുകൊണ്ട് തന്നെ വീടിൻ്റെ മതിലുകളിൽ പല വർണ്ണങ്ങളിലുള്ള ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട്. അവ വളർന്നു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈർപ്പമുള്ള അന്തരീക്ഷമായതിനാൽ തന്നെ എല്ലാം നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നതും. അറ്റ്ലാന്റിക്കിൻ്റെ മടിത്തട്ടിൽ ധാരാളം പാറക്കൂട്ടങ്ങൾ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ യാത്ര. റോഡുകളിൽ ഡ്രൈവർമാർക്കും സഞ്ചാരികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായ മാർക്കിങ്ങുകളും യാത്രാ നിർദ്ദേശങ്ങളുമൊക്കെ അടങ്ങുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അനാവശ്യമായ പരസ്യങ്ങളോ ഫ്ലെക്സ് ബോർഡുകളോ ഒന്നും തന്നെ എനിക്ക് ഇതുവരെ ഈ യാത്രയിൽ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. പ്രകൃതിയുടെ വൈവിധ്യങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ ആശ്വാസവും സന്തോഷവും നൽകിയ കാര്യം. കേപ്പ് ടൗണിൽ നിന്നും സഞ്ചരിച്ച് മെയ്ഡൻസ് കോവ് എന്ന പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. റോഡിന് താഴ്വശത്തായി പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട്. അവിടേക്കാണ് ഇനി ബസ് പോകുന്നത്. ബസ്സിൽ നിന്നും ഇറങ്ങി ആദ്യം കണ്ട കാഴ്ചയാണിത്. ലയൺസ് ഹെഡ് കുന്നിൻ്റെ മുകൾ ഭാഗമാണത്. അതിൻ്റെ താഴ്ഭാഗത്തുള്ള ബീച്ച് ഏരിയയാണ് ഈ മെയ്ഡൻസ് കോവ്. നല്ല സുഖമുള്ള തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ. ചെറിയ തണുപ്പിനൊപ്പം കടലിൽ നിന്നും മലയിലേക്ക് അടിച്ചു കയറുന്ന തണുത്ത കാറ്റ് എന്നെയും തഴുകി കടന്നു പോകുന്നുണ്ട്. അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ നിന്നും അനുഭവിക്കാൻ കഴിയുന്നത്.
കാമുകിയായി അറ്റ്ലാന്റിക് സമുദ്രത്തെ കൊതിയോടെ നോക്കി നിൽക്കുന്ന ലയൺസ് ഹെഡും ടേബിൾ മൗണ്ടനും 12 അപ്പോസ്തലസ് പർവ്വതനിരകളുമാണ് ഈ കാണുന്നത്. കാമുകന്മാരെ കൊതിപ്പിച്ച് ബീച്ചിലെ പാറക്കെട്ടുകളെ ആവോളം ആലിംഗനം ചെയ്ത് ചുംബനം നൽകി കടന്നു പോകുന്ന തിരമാലകളുടെ കാഴ്ചകൾ കണ്ടു നിൽക്കുന്നവൻ്റെ ഉള്ളിലും പ്രണയം കോരിയിടും. അത്രയ്ക്കും ഭംഗിയാണ് ഈ കാഴ്ചകൾ. നല്ല തെളിഞ്ഞ വെള്ളവും പാറക്കെട്ടുകളും അടങ്ങിയ പ്രദേശമാണിത്. നാട്ടുകാരെ പോലെ തന്നെ വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരു പ്രദേശം കൂടിയാണിത്. ഇവിടുത്തെ പ്രധാന സവിശേഷതകളായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് വെള്ള മണൽ ബീച്ചുകളും മനോഹരമായ പാറക്കെട്ടുകളുമാണ്. നീന്തൽ ഇഷ്ടപ്പെടുന്നവരുടെ വളരെ ഇഷ്ടപ്പെട്ട ഏരിയയും കൂടിയാണ് ഇവിടം. നന്നായി നീന്തൽ അറിയാവുന്നവർ മാത്രമേ ഈ ഏരിയയിൽ ഇറങ്ങി ആസ്വദിക്കാറുള്ളൂ എന്നാണ് ഹാരി പറഞ്ഞത്. ഈ തണുപ്പത്തും ഇവിടെ നീന്തി ആസ്വദിക്കുന്ന പ്രദേശവാസികളെ നമുക്ക് ഈ ഏരിയയിൽ രാവിലെയും കാണാൻ കഴിയും. പിക്നിക്കുകൾക്കും പുറം കാഴ്ചകൾ ആസ്വദിക്കുന്നവർക്കും ഈ ഏരിയ വളരെ പ്രിയപ്പെട്ടതാണ്. വളരെ പ്രശസ്തമായ ക്യാമ്പസ് ബേ ബീച്ചിന് അടുത്താണ് ഈ ചെറിയ ബീച്ച്. ഫോട്ടോഗ്രാഫിക്കും സൂര്യാസ്തമയം കാണാനും ഒപ്പം അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ട ഈ ഇടം സൗത്ത് ആഫ്രിക്കയിൽ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രദേശം കൂടിയാണ്. ഔട്ട്ഡോർ പ്രവർത്തനങ്ങളായി നീന്തൽ, ചുറ്റുമുള്ള പ്രദേശങ്ങളിലൂടെ നടക്കാനും ഹൈക്കിങ്ങിനുമൊക്കെ ധാരാളം അവസരങ്ങൾ ഇവിടം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. രാവിലെ 9:30 മണിയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇക്കാണുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുവാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് ഏറെ കൗതുകമായി തോന്നിയത്. അപൂർവമായാണ് ഇത്തരം ബീച്ച് ഏരിയയിൽ ഇങ്ങനെ ധാരാളം പാറക്കൂട്ടങ്ങൾ കാണാറുള്ളത്. ഓപ്പണാക്കിയിട്ടുള്ള പ്രത്യേക വഴികളിലൂടെ മാത്രമേ നമുക്ക് താഴെ ബീച്ചിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. മറ്റുള്ള ഇടങ്ങളിൽ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ബീച്ച് ഏരിയയിലും പാറക്കൂട്ടങ്ങൾക്ക് മുകളിലുമായി അവിടെവിടെയായി സഞ്ചാരികളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോസ്തലസ് എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഈ മറുവശത്തായി നീണ്ടു നിവർന്നു നിൽക്കുന്നത്. ഇത് ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. കൂടാതെ അറ്റ്ലാന്റിക് കടൽ തീരത്തിന് സമാന്തരമായി ഇത് സഞ്ചരിക്കുന്നു. 12 കൊടുമുടികളുടെ പരമ്പരയുടെ പേരിലാണ് ഈ ശ്രേണിക്ക് പേര് നൽകിയിരിക്കുന്നത്. നമ്മൾ മുൻപത്തെ എപ്പിസോഡുകളിൽ കണ്ട ടേബിൾ മൗണ്ടൻ്റെ മുകൾ ഭാഗം പരന്നതാണെങ്കിലും ഈ കൊടുമുടികൾ കൂടുതൽ പരുക്കനും മുനമ്പുള്ളതുമാണ്. കേപ്പ് ടൗണിൻ്റെയും സമുദ്രത്തിൻ്റെയും ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെയും അവിശ്വസനീയമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്ന നിരവധി പാതകളും ഹൈക്കിംഗ് ഏരിയകളും ഇവിടെയുണ്ട്. അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് സഞ്ചരിക്കാവുന്നതാണ്. പ്രശസ്തമായ ഫിൻബോസ് സസ്യങ്ങളുടെ വൈവിധ്യങ്ങൾ കണ്ടറിഞ്ഞ് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്നതാണ് അത്തരം ഈ മലയിലേക്കുള്ള ഹൈക്കിംഗ് പാതകൾ. നമ്മളിപ്പോൾ കടന്നു വന്ന വഴിയല്ലാതെ പർവ്വതത്തിന് തൊട്ട് താഴ്ഭാഗത്തു കൂടി മറ്റൊരു റോഡും കടന്നു പോകുന്നുണ്ട്. അവിടെ നിന്നുള്ള മനോഹര കാഴ്ചകളും അതുവഴിയുള്ള യാത്രയും താഴ്വര കാഴ്ചകളുമൊക്കെ വരും എപ്പിസോഡുകളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ടേബിൾ മൗണ്ടിൻ്റെ മനോഹരമായ മുകളിലത്തെ കാഴ്ചകൾ കാണാൻ കഴിയാത്തവർക്കായി മുകളിൽ ഐ ബട്ടണിൽ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂട്യൂബിൽ പലനാടൻ ട്രാവലറിൻ്റെ പേജിൽ പോയാലും ആ എപ്പിസോഡ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ കാണുന്ന വലിയ കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കേബിൾ കാറിൽ സഞ്ചരിച്ചതും ടേബിൾ മൗണ്ടൻ്റെ അതിശയകരമായ പരന്ന ഭൂപ്രദേശവും ഫിൻബോസ് സസ്യങ്ങളും കണ്ടുള്ള യാത്രകളും ചെയ്തത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാണുന്ന വീടുകളിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ റൂമെടുത്ത് ഒരു രാത്രി ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കണമെന്ന് ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയും ആഗ്രഹിച്ചു പോകും. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. കൂടെ വന്ന സഞ്ചാരികളൊക്കെ ഫോട്ടോകളൊക്കെ എടുത്ത് ആസ്വദിക്കുന്ന കാഴ്ചയാണിത്. ആർത്തുല്ലസിച്ച് വരുന്ന തിരമാലകൾക്ക് മുൻപിൽ കൂസലില്ലാതെ അഭ്യാസ പ്രകടനം നടത്തുന്ന സഞ്ചാരിയുടെ കാഴ്ചകൾ ആരെയും അമ്പരപ്പെടുത്തുന്നതാണ്.
മനോഹരമായ ഈ പാറക്കൂട്ടങ്ങൾക്ക് മുകളിലൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ ഞാൻ കുറേ സമയം ചിലവഴിച്ചു. ഇവിടെ എത്തിയ സഞ്ചാരികൾക്ക് ആർക്കും മടങ്ങുവാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പച്ചപുതച്ച് കിടക്കുന്ന മറ്റൊരു പ്രദേശവും ഈ ബീച്ച് ഏരിയയ്ക്ക് അടുത്തായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എന്തുകൊണ്ടും ഒരു സഞ്ചാരി ഇവിടെ എത്തിയാൽ മതിയാവോളം ആസ്വദിച്ച് കാഴ്ചകളും കണ്ട് മനസ്സ് നിറഞ്ഞ് മാത്രമേ ഇവിടെ നിന്നും മടങ്ങുകയുള്ളൂ. വശങ്ങളിൽ പണിതിരിക്കുന്ന വീടുകളുടെ പ്രൈവറ്റ് ഏരിയകളും താഴെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടേക്കൊന്നും നമുക്ക് പ്രവേശനം അനുവദിക്കുകയില്ല. അങ്ങനെ മെയ്ഡൻ കോവിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് പലനാടൻ്റെ സൗത്ത് ആഫ്രിക്കൻ യാത്രകൾ തുടരുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മടിക്കരുത്. സൗത്ത് ആഫ്രിക്കയുടെ ഗംഭീര കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാൻ മറക്കരുത്. ഒപ്പം വരൂ, ഒത്തിരി കാണാം.